അതിഥി തൊഴിലാളികളെ ശരിക്കും കേരളത്തിൽ ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവരടുത്ത് ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്ന്. കേരളത്തിൽ ഇപ്പോൾ കൂടുതലും കാണപ്പെടുന്ന അതിഥി തൊഴിലാളികളല്ലേ? അപ്പൊ ശരിക്കും അതിഥി തൊഴിലാളികളെ ആവശ്യമുണ്ടോ? ബംഗാളികളില്ലേ, ശരിക്കും അവരെ ആവശ്യമുണ്ടോ? ഉണ്ട്. അവരാണ് കൂടുതൽ പണിയെടുക്കുന്നത് ഇവിടെ. ആവശ്യമുണ്ട്. മലയാളികൾ മടികളുള്ളവരാണെന്നാണോ? അല്ല, പക്ഷെ കൂടുതൽ പണിയെടുക്കുന്ന അവരാണ്. നമ്മളെക്കാട്ടും കൂടുതൽ പണിയെടുക്കുന്ന അവരാ. അവർ വേണം. അതുകൊണ്ട് അവരുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ അല്ലേ? അങ്ങനെയല്ല, വേണം എന്ന് പറഞ്ഞുള്ളൂ. അല്ല, അവരില്ലെങ്കിലും അങ്ങനെയൊന്നുമില്ല. വേണം, നന്നായിരിക്കും, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പൊ പൊതുവെ ആവശ്യമുണ്ട്. കാരണം ഞാനിപ്പോ കാനഡയിൽ വന്നിട്ടുള്ളൂ, ഞാൻ നിർത്തി വന്നതാ. അപ്പോ ഞാനിപ്പോ നോക്കിക്കൊണ്ട് നടക്കുന്നത് ജോലി തന്നെയാ. അപ്പൊ എന്തായാലും ആവശ്യമുണ്ടെന്നാണ് തോന്നണേ മൊത്തത്തില്. ശരിയാ. അതുപോലെ കേരളത്തിൽ ആവശ്യമുണ്ടോ? ഇങ്ങനെ കേരളത്തിലെ ആൾക്കാർ പണിയില്ലല്ലോ. ഇവരാവശ്യമുണ്ട്. പണ്ട് തമിഴന്മാരായാലും ബംഗാളികൾ മറ്റല്ല ആവശ്യമുണ്ട്. കാരണം ഇവിടുത്തെ ആൾക്കാർ എല്ലാ പണിയും ചെയ്യില്ല. ഈ ബ്രാഹ്മണേഴ്സുള്ള കാരണം എല്ലാ പണിയും ചെയ്യില്ല. അവർ ഗൾഫിൽ മറ്റു പോയാലും എല്ലാ പണിയും ചെയ്യില്ല. കൈകൊണ്ട് പണിയും ചെയ്യില്ല. കൈകൊണ്ട് പണി ചെയ്യണമെങ്കിൽ ഇവരെന്നെ വേണം. അതുകൊണ്ട് അതിഥി തൊഴിലാളികൾ തന്നെ വേണം. ഇവർ ആവശ്യമുണ്ട്. ഇവരെ ചെയ്യുള്ളൂ, മലയാളികൾ ചെയ്യില്ല. അതിഥി തൊഴിലാളികൾ ഇപ്പം വളരെയധികം കൂടുതലായതുകൊണ്ട് അത് മനസ്സിലാവുന്നില്ല. മുന്നേ നമുക്ക് ആവശ്യമില്ലായിരുന്നു, അതിങ്ങനെ വന്ന് ഇപ്പം ആവശ്യമുള്ള പോലെയായി. അതായത് അത്രയധികം മീൻസ് സാധാരണ മലയാള തൊഴിലാളികളെക്കാട്ടിയും കൂടുതൽ അതിഥി തൊഴിലാളികളാണല്ലോ ഇവിടെ. അവരുടെ ഒരു പ്രസൻസ് ഉണ്ടാവണം അല്ലേ? ഇപ്പം ഇപ്പത്തെ ഇതിൽ ഉണ്ടാവണം എന്നാണ് തോന്നുന്നത്, എസെൻഷ്യലാണെന്ന് തോന്നുന്നത്. ഇടയ്ക്കൊരു ന്യൂസ് വന്നപ്പോ എല്ലാവരും പറഞ്ഞായിരുന്നു അതിഥി തൊഴിലാളികളെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് നിർത്തണം എന്ന്. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ? ആ സമയത്ത് അതിനോട് യോജിച്ചായിരുന്നു. അതെ, ഇപ്പൊ യോജിക്കുന്നില്ല എന്നല്ല, കറക്റ്റ് പറഞ്ഞ അതിഥി തൊഴിലാളികൾ ഇപ്പം വളരെയധികം കൂടുതലായതുകൊണ്ട് ഇനി വരാതിരിക്കാൻ ആ തിരിച്ചുപോക്കിലോട്ട് പറ്റുമോന്ന് മനസ്സിലാവുന്നില്ല. ആവശ്യമുണ്ട്. നമ്മളെ മലയാളികൾ പണിയെടുക്കാത്തടത്തോളം കാലം അവരാവശ്യമുണ്ട്. അവരെന്തായാലും ഇപ്പം ഇത്ര വർഷമായിട്ട് അവർക്ക് കൊടുക്കുന്ന ചുരുങ്ങിയ ശമ്പളം കൊണ്ട് അവരെടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾ എത്ര കഠിന പ്രയത്നം ചെയ്താലും അവരെടുക്കില്ല. അപ്പോൾ പിന്നെ അവർ നമുക്ക് ആവശ്യമാണ്. ഇതിപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളികൾ എല്ലാ രാജ്യക്കാരും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് പോയി ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത് അവർ നമ്മളെ വേണ്ടെന്ന് വെക്കില്ലേ? അതുകൊണ്ട് ആവശ്യമുണ്ടെന്നാണോ പറയണേ? ഓക്കെ, കഴിഞ്ഞില്ലേ? ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യം മലയാളികൾ നന്നായിട്ട് പണിയെടുത്താൽ ഇവരെ കൊണ്ട് വല്ല ആവശ്യമുണ്ടാവും. നമ്മുടെ നാട്ടിൽ മലയാളികൾ സ്വന്തം നാട്ടിൽ ഞാൻ ഉൾപ്പെടെ ആയാലും പണിയെടുക്കില്ല. എല്ലാവർക്കും എന്തോ കുറച്ചിലോ പോലെയൊക്കെയാണ് അല്ലേ? പക്ഷേ വേറൊരു ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണവരുണ്ട്. ഇപ്പം തന്നെ എടപ്പള്ളി, ഈ ഭിക്ഷയാടനം ഇല്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? അവരെല്ലാവരും ശരീരമുള്ളവരാണ്, മീൻസ് ആരോഗ്യമുള്ളവരാണ്. നല്ല നല്ല പണികൾ അവരുടെ നാട്ടിലും ചെയ്യാം, ഇവിടെയും വന്നിട്ട് ചെയ്യാം, മാന്യമായിട്ട് ജീവിക്കാം. പക്ഷേ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇവിടുത്തെ ആളുകൾ എന്താ പറയുക, അതിന് മുൻകൈ എടുക്കുന്നില്ല. പലരും ഫ്രോഡുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഇതിൽ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ എൻ്റെ കാറിൽ മറ്റേ ഈ ക്ലീൻ ചെയ്യണ സംഭവമില്ല, ഒരു ചേച്ചി അത് കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, അവരെന്നോട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതെ ഇപ്പോൾ അവർ എന്നോട് ദേഷ്യത്തിൽ എന്തോ ചോദിച്ചു, എൻ്റെ കാറിൻ്റെ ചില്ലും വിട്ട് അടിച്ചു. അങ്ങനത്തെ കുറേ പ്രവൃത്തികൾ. അങ്ങനെ അവരെപ്പോലുള്ളവരെയൊന്നും നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. അവരും അതിഥികളാണ്, അതിഥി തൊഴിലാളിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നവരാണ്. പക്ഷേ പറഞ്ഞോട്ട് ഒരു 2 വശം ഉണ്ടല്ലോ. അതുകൊണ്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല. നമ്മ മലയാളികൾ പണിയെടുക്കുമെങ്കിൽ ഓക്കെയാണ്. ഇപ്പം ഈ പറയുന്ന ഞാനുൾപ്പെടെ പാചകം പഠിക്കാൻ എല്ലാവർക്കും പറ്റും. എന്നെ കൊണ്ട് പറ്റില്ല ശരീരം അല്ലെങ്കിൽ പണിയെടുക്കാനായിട്ട് പറ്റില്ല, സത്യമായിട്ട് ചോദിച്ചാ കുഴപ്പമില്ല. അല്ല, ആവശ്യമുണ്ടോ? നമ്മളെടുക്ക പണിയെടുക്കാത്തതാണല്ലോ അവരെടുക്കണേ. നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പണിയെടുക്കില്ലല്ലോ. അപ്പൊ നമ്മളല്ല കാരണക്കാര്. അപ്പൊ ശരിക്കും ആവശ്യമുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ തൊഴിലുകളും അവരാണ് ചെയ്യണേ. ഞങ്ങളിപ്പോൾ പഠിച്ചിറങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കൂലിപ്പണിക്ക് എന്തായാലും പോവില്ലല്ലോ. അപ്പോൾ അവരാകുമ്പോൾ ചെയ്യണ കാരണം നമ്മൾ ചെയ്യണില്ല. അപ്പോൾ അവർ ചെയ്തില്ലേ ഞങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ആക്കുമ്പോൾ എന്റെ അഭിപ്രായം ആവശ്യമുണ്ട്. അവരിലോണ് എന്തുകൊണ്ട്? എല്ലാ പണിയും നടന്നോണ്. മലയാളികൾ ചെയ്യാൻ പഠിക്കുന്ന പണി അവർ ചെയ്യും, എന്ത് ചെയ്യും. പൈസ കുറച്ചാണോ കൊടുക്കുന്നത്? അല്ല,
ഓൾമോസ്റ്റ് അവർക്ക് എല്ലാവർക്കും ഉള്ള അതേ വേതനം ആയിരിക്കില്ല അവർക്കും കൊടുക്കുക. അല്ലല്ല, മാറ്റം ഉണ്ടാവില്ലേ? അപ്പൊ അവരെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. തൊഴിലാളികളെന്നല്ലേ ഇന്ത്യ അറിയുമ്പോ എല്ലാവരും അല്ലേ. അങ്ങനെയാണല്ലോ പറയാറുള്ളത്. അല്ല, ഇടക്കാലത്ത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, അവരെ തിരിച്ച് അവരുടെ നാട്ടിൽ അയക്കണം ഈ ഒരു മർഡർ ഒക്കെ ഉണ്ടായ സമയത്ത്. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അവരെ തിരിച്ചയക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ജീവിക്കാൻ അവർക്കും സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളടത്തല്ലേ അവരും തരണ്ടല്ലേ. ഓക്കെ, തൊഴിലാളികളുടെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ മിക്ക മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് പണിയെടുക്കാൻ വയ്യ. ചില ഹാർഡ് വർക്കിംഗ് അല്ല, അവര് എന്താ പറയാ, സ്വന്തം കൈ നിറയാണ്ട് മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ടില്ല, അതേപോലത്തെ ആൾക്കാരാ. പണിയെടുക്കാൻ വയ്യ, അതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലാണ്ട് അവരെ തന്നെ ആശ്രയിക്കണം വെച്ചാല് അവരെ നമ്മളിവിടെ നന്നായി ചൂഷണം ചെയ്യുന്നുണ്ട്. ഒറ്റ കടയിൽ തന്നെ ഒരു രാവിലെ തൊട്ട് രാത്രി വരെ അവർ പണിയെടുത്തിട്ട് അവർക്ക് 500 രൂപയ്ക്ക് കൊടുക്കണം. എനിക്ക് പേഴ്സണലായി അറിയുന്ന ആൾക്കാരാ. അപ്പോൾ ആർക്കും കേരളത്തിലെ ആൾക്കാർക്കും പണിയെടുക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ആവശ്യമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യം വരും. ഓരോരോ വർക്കിനും ഓരോരുത്തരുടെ കഴിവുകൾ ഉണ്ടാവില്ല. ആവശ്യങ്ങൾ പലതരത്തിലല്ല. പിന്നെ അവരുടെ ഫാമിലി, അവരുടെ കുടുംബം കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വർക്കല്ലേ ചെല്ലാൻ പറ്റും. അവർക്കെല്ലാം ക്യാഷും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലേ കിട്ടണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നും ജീവിക്കണ്ടേ, നമ്മൾ കുഴപ്പമൊന്നുമില്ല. കേരളത്തിലുള്ളവർക്ക് ഇപ്പൊ ജോലി കുറയില്ലേ? കേരളത്തിലൊരു ജോലി കുറേ മീൻസ് ഒരു പണി എടുക്കാത്തതുകൊണ്ടല്ല ഇപ്പോൾ ഒരു ഇവിടെ വന്ന് പണി എടുക്കേണ്ട ആവശ്യം വരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവര് ആവശ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയും കാര്യങ്ങളും ജോലിയും കാര്യങ്ങളും നോക്കുമ്പോഴാണ് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാവില്ല. വർക്കിനായാലും ഓരോരോ വർക്കിനും ഓരോരുത്തരായിട്ടുള്ള ആളുകൾക്ക് കഴിവുണ്ടാകുമ്പോൾ ഓരോ വർക്ക് ഏറ്റെടുത്ത്